നമസ്കാരം എല്ലാ കുട്ടികളും ഗിരീഷ് സാറാണ്. ഫിസിക്സിൻ്റെ +2 ഫിസിക്സിൻ്റെ അടുത്ത വളരെ ഇമ്പോർട്ടൻറ്റ് വീഡിയോ, കെമിസ്ട്രിയുടെയും മാത്സിൻ്റെയും ബയോളജിയുടെ എല്ലാം വീഡിയോ വരും. സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കാത്തിരിക്കുക. എല്ലാം ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് ആയിരിക്കും. ഇത് മാത്രം കണ്ടുപിടിച്ചാൽ മതി എന്ന് മാഷ് ഉറപ്പിച്ച് പറയും. ഒരു അധ്യാപനം എന്നുള്ള രീതിയിൽ ഉറപ്പിച്ച് പറയും. പഠിക്കുന്നവർക്ക് അതിൻ്റെ 100% ഗുണം കിട്ടിയിരിക്കും. അത് 100 അല്ല 1000% ഉറപ്പിച്ച് പറയാം. മാക്സിമം ഷെയർ ചെയ്യുക. 55 ഫിസിക്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട്, വെച്ച് അനത്തി പഠിച്ചോളൂ, തകർത്തേക്കുക. ഇപ്പം മാഷ് പറയുമ്പോൾ ആദ്യത്തെ 3 ചാപ്റ്ററിൻ്റെ വീഡിയോ ഞാൻ ചെയ്തു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ. അടുത്ത 4 to 6 4ാമത്തെ ചാപ്റ്റർ അത്യാവശ്യം ഏറ്റ ചാപ്റ്ററാണ്, വലിയ ചാപ്റ്ററാണ്. മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്. എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിനുള്ള ഇക്വേഷൻ F=BQV sin θ. ലോറൻസ് ഫോഴ്സ് 2 ഇരട്ടകളല്ല. ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സം ഓഫ് ഇലക്ട്രിക് ഫോഴ്സ് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സ്. ബയോട്ട് സാവാർട്സ് ലോ ഇക്വേഷൻ പഠിക്കണം. അത് എന്താണ്? dB=μ0/4π × ഐഡിയൽ sin θ/r². സർക്കുലർ ലൂപ്പ് SA ആണ്, പഠിച്ചോണം. കൺവേർഷൻ ഓഫ് ഗാലനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ, കൺവേർഷൻ ഓഫ് ഗാലനോമീറ്റർ ഇൻറ്റു വോൾട്ട്മീറ്റർ. വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അതിൻ്റെ പ്രോബ്ലംസ് പഠിക്കണം. കൺവേർഷൻ ഓഫ് ഗാലനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ, കൺവേർഷൻ ഓഫ് ഗാലനോമീറ്റർ ഇൻറ്റു വോൾട്ട്മീറ്റർ. പിന്നെ ആംബിയർ സർക്യൂട്ട് തിയറം പഠിക്കണം. 2 ആപ്ലിക്കേഷൻ പഠിക്കണം. ഏതൊക്കെ 2 ആപ്ലിക്കേഷൻ? സോളിനോയിഡും ലോങ് സ്റ്റേക്ക് കണ്ടക്ടറും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കിക്കൊണ്ട് പോവുക. ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ കണ്ടക്ടേഴ്സ് ക്യാരിങ് കറന്റ്. അതിൻ്റെ കൂട്ടത്തിൽ ആംബിയറിൻ്റെ ഡെഫിനേഷൻ വരും. ഇത്രയും നിർബന്ധമായിട്ടും നോക്കിക്കൊണ്ട് പോകണം. 4ാമത്തെ ചാപ്റ്റർ. 5 മാഗ്നറ്റിസം ആണ്. അതിനകത്ത് ആദ്യത്തെ പ്രോപ്പർട്ടീസ് ഓഫ് എ മാഗ്നറ്റിക്, ഗോസസ് തിയറം ഇൻ മാഗ്നറ്റിസം, ഫെറോ മാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, പ്രോപ്പർട്ടീസ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? പെർമിബിലിറ്റി, സസെപ്റ്റിബിലിറ്റി, മാഗ്നറ്റൈസിങ് ഫീൽഡ്, പിന്നെ മാഗ്നറ്റിക് ഹിസ്റ്റീരിസ് കർവ്. കുറച്ച് കാര്യങ്ങൾ, ഒരു 5 മാർക്ക് മാക്സിമം. അത്രയും കാര്യങ്ങൾ നോക്കുക. 6ാമത്തെ ചാപ്റ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഫാരഡേസ് ലോയും ലെൻസസ് ലോയും നോക്കിയേക്കണം. ലെൻസസ് ലോ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആയിട്ടുള്ള റിലേഷൻ നോക്കിയേക്കണം. സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്, മോഷണൽ EMF, എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ. ഈ 3 ടോപ്പിക്കിൽ ഒരെണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് തന്നെ വേണമെങ്കിൽ പറയാവുന്നതാണ് AC ജനറേറ്ററിൻ്റെ പ്രിൻസിപ്പിൾ. ഇത്രയും കാര്യങ്ങൾ നോക്കിക്കൊണ്ട് പോയാൽ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാം, വളരെ ഈസി ആയിട്ട്. ഇങ്ങനെയുള്ള ഷോർട്ട് വീഡിയോസും കിട്ടും, വലിയ വീഡിയോസും ഫുൾ ആൻസറുള്ള വീഡിയോസും വരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രം. അതിനെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും ചെയ്ത് കൊടുത്താൽ എല്ലാവർക്കും നല്ലപോലെ പഠിക്കാം, നല്ല മാർക്ക് കിട്ടട്ടെ. പ്രാർത്ഥിക്കുന്നു. നെവർ എവർ ഗിവ് അപ്പ്.